കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടാൻ സഹായം തേടിയ വയോധികയെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇഡി പിടിച്ചെടുത്ത പണം കിട്ടാൻ മുഖ്യമന്ത്രിയെ സമീപിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം. എന്നാൽ മുഖ്യമന്ത്രിയെ തിരക്കി തനിക്ക് പോകാൻ പറ്റില്ലെന്ന് വയോധിക പറഞ്ഞപ്പോൾ അതുകൊണ്ട് തന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. ഇഡി പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത്. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് ചേച്ചി അധികം വർത്താനം പറയല്ലേ, നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പറയുക, ഇഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ. അതെ 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 അതാ ഞാനിപ്പോ പറഞ്ഞു. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പോയി ഇഡി പിടിച്ചെടുത്ത കാശ് ചേച്ചി മാത്രമല്ല, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. എന്തോ മൂന്ന് പേർക്ക് മരണം സംഭവിച്ചിട്ട് ആരാണ് വ്യക്തിപരമായി പോയി സഹായിച്ചതെന്ന് ആലോചിക്കണം, അന്വേഷിക്കണം. അതുകൊണ്ട് അല്ല പറയുമ്പോ എല്ലാം വളരെ കർശനമായി തന്നെ പറയും. അതിനകത്ത് ദയയും കരുണയും ഇല്ല. ഇത് ഇഡി പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട്. പരസ്യമായിട്ടാ പറയുന്നത്. അതിന് നിങ്ങളുടെ MLA കാണണം. അപ്പൊ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറിട്ട് ഇവിടെ നടരാജ് പരശുരാം ചേരുന്നു. നടരാജ്, വലിയ അത്ഭുതമൊന്നുമില്ല അദ്ദേഹത്തിന്റെ സംസാരം അതിങ്ങനെ തന്നെയാണ്. പിന്നെ എന്തിനാണ് ഈ കലുങ്ക് പരിപാടി നടത്തുന്നത് എന്നൊരു സംശയം നമുക്ക് തോന്നും. ഇന്നിപ്പോ എന്തവസരമാണ് ഉണ്ടാക്കിയെടുത്തത്? ഇന്ന് രാവിലെയാണ് ഇരിങ്ങാലക്കുടിയിൽ കലുങ്ക് സംവാദ സദസ്സ് നടന്നത്. രാവിലെ കൊടുങ്ങല്ലൂരിലും കലുങ്ക് സംവാദ സദസ്സ് നടന്നിരുന്നു. മറ്റു സ്ഥലങ്ങളിലും കലുങ്ക് സംവാദം നടക്കുന്നുണ്ട്. അതിലാണ് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരിച്ചു കിട്ടുന്നത് സംബന്ധിച്ച് ഈ വയോധിക ചോദ്യം ചോദിച്ചത്. തുടർച്ചയായ ചോദ്യങ്ങളിൽ സുരേഷ് ഗോപി അസ്വസ്ഥനാവുന്നത് നമുക്ക് കാണാമായിരുന്നു. പണം മുഖ്യമന്ത്രിക്ക് ഇഡി തിരിച്ചു നൽകിയാൽ അത് വാങ്ങിക്കാനും വിതരണം ചെയ്യാനും മുഖ്യമന്ത്രിയോട് പറയൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ എനിക്കാവില്ലല്ലോ എന്നവർ പറഞ്ഞപ്പോഴാണ് എന്നാ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്ന രീതിയിൽ സുരേഷ് ഗോപി പ്രതികരിച്ചത്. ചുറ്റുമുള്ളവരും ഈ പ്രതികരണത്തിനൊപ്പം ചിരിക്കുന്നുണ്ടായിരുന്നു. വയോധികയും സുരേഷ് ഗോപിയും തമ്മിൽ തുടക്കം മുതൽ തന്നെ ഈ കരുവന്നൂർ വിഷയത്തെ ചൊല്ലി 2-3 ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കേന്ദ്രമന്ത്രി കലുങ്ക് സംവാദ സദസ്സ് നടത്തി തുടരെ വിവാദങ്ങളിൽ ചെന്ന് കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അദ്ദേഹം പറയുന്ന പല വാക്കുകളും പല സ്ഥലങ്ങളിലും വിവാദമായി മാറുന്നുണ്ട്.